അരി വേവിക്കുമ്പോഴത്തേക്ക് സ്ഥിരം ദമ്മിടുവാണെങ്കിൽ ഒരു 80% അരി വേവിക്കാവുള്ളൂ. അതല്ല ഫുൾ നമുക്ക് ദമ്മിടാൻ അത്രയും വശം പോരാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഫുൾ വേവിച്ചിട്ട് ഊറ്റുക. പക്ഷെ വേവിക്കുന്ന സമയത്ത് നമ്മൾ എന്നാക്കി ഇട്ട് വേവിക്കേണ്ടതെന്ന് വെച്ചാൽ സാജീരകം കിട്ടുകയാണെങ്കിൽ അതിടാം, അതല്ലെന്നുണ്ടെങ്കിൽ സാദാ ജീരകം ഇട്ടേച്ചാലും മതി. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ വേണ്ടിയത് പട്ടയുടെ ഇല, പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ ഇഷ്ടമാണെങ്കിൽ 2-3 മണി കുരുമുളകും കൂടെ ഇട്ടേച്ച് വേണം അരി വേവിച്ച് ഊറ്റാനായിട്ട്. ഇനിയിപ്പോൾ വറുത്ത് വറ്റിച്ചെടുക്കാനാണെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ ആ പരുവ് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ബിരിയാണിക്ക്. അന്നേരം എന്നാണെന്നറിയോ, ആ നെയ്യും അതും എല്ലാം ബിരിയാണിയുടെ അരിയേൽ ഒത്തിരി പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ഫ്ലേവറാണ്. ബിരിയാണി വെക്കുന്നതിൽ ഏറ്റവും സ്വാദ് മട്ടൺ ബിരിയാണിക്കാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നെയ്യും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്വാദാണ് മട്ടൺ ബിരിയാണിക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന